ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്ട്രെയിറ്റ് കണ്ടക്ടറിലേക്ക് കൂടി കറണ്ട് കടത്തിവിടുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. എന്തായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നേച്ചർ? കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് എ സെന്റർ അറ്റ് ദി കണ്ടക്ടർ. The direction of that concentric circles depends on the direction of current through the conductor. അല്ലേ, നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ട്. According to Eastern, if current is passed through any conductor, a magnetic field is produced around it. എടാ, സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുമല്ല, ഏത് കണ്ടക്ടറിലേക്ക് കൂടി കറണ്ട് പാസ് ചെയ്താലും അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഹേ, സ്ട്രെയിറ്റ് കണ്ടക്ടറിലെ കൂടി മാത്രമല്ല, ഏത് കണ്ടക്ടറിലെ കൂടി കറണ്ട് പാസ് ചെയ്താലും അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ഉറപ്പാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാവുക? ആ കണ്ടക്ടറിന്റെ ഷേപ്പ് അങ്ങ് മാറ്റിപ്പിടിക്കുകയാണ്. സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒഴിവാക്കിയിട്ട് നമ്മളിനി ഒരു സർക്കുലാർ ഷേപ്പിലുള്ള കണ്ടക്ടർ എടുക്കുന്നു. സർക്കുലാർ ഷേപ്പിലുള്ള കണ്ടക്ടർ എടുക്കുന്നു. അപ്പോൾ അതിലേക്കൂടി കറണ്ട് പാസ് ചെയ്താൽ നമ്മുടെ ഈസ്റ്ററിൻ്റെ എക്സ്പെരിമെൻ്റ് പ്രകാരം, കൺക്ലൂഷൻ പ്രകാരം, തിയറി പ്രകാരം അതും ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും. ഒന്നല്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരുപാടുണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്, അതായത് ഫീൽഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അറിയണ്ടേ, അതിന് ഫീൽഡ് ലൈൻസ് വരക്കണ്ടേ വേണം. സോ നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം മാഗ്നറ്റിക് ഫീൽഡ് around a circular coil. Magnetic field around a circular coil. Magnetic field around a circular coil. അപ്പോൾ നമുക്ക് ഫീൽഡ് ലൈൻസ് വരക്കണമെങ്കിൽ കാർഡ്ബോർഡ് വേണം, ചാർട്ട് പേപ്പർ വേണം. സോ കുഞ്ഞുമക്കളെ എഴുതിക്കോ, അതിന് താഴെ എഴുതിക്കോ. എന്തിനറിയാവുക? പാസ് എ സർക്കുലാർ കോയിൽ. Pass a circular coil through a cardboard as shown in the figure. Area. എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. 2 പോയിന്റുകൾ, ഒരുപാടൊന്നുമില്ല, 2 ചിത്രങ്ങൾ, 2 പോയിന്റുകൾ. That's it. അതിന് വേണ്ടിയിട്ട് ഇതാ മാഷ് ഒന്നാമത്തെ പോയിന്റ് പറയട്ടെ. നമുക്ക് എന്ത് വേണം? ഒരു കാർഡ്ബോർഡ് വേണം. ഇതാ കാർഡ്ബോർഡ് വേണം. ഞാൻ കാർഡ്ബോർഡ് എടുത്തു, മാഷ് കാർഡ്ബോർഡ് എടുത്തു. ഓക്കെ, നമ്മുടെ കാർഡ്ബോർഡ്. ആ കാർഡ്ബോർഡിലേക്ക് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ആ കാർഡ്ബോർഡിലേക്ക് കൂടിയിട്ട് നിങ്ങൾ ഒരു സർക്കുലാർ കോയിലിനെ പാസ് ചെയ്യണം. മാഷ് അതിലേക്ക് കൂടിയിട്ട് സർക്കുലാർ കോയിലിനെ പാസ് ചെയ്യും. ഒരു സർക്കുലാർ കോയിലിനെ കടത്തി വിടും. ഓക്കെ, ഇതിന്റെ ബാക്കി താഴെയുണ്ട് കേട്ടോ, ഇതിന്റെ ബാക്കി താഴെയുണ്ട്. ഓക്കെ, നമുക്കിപ്പോ തൽക്കാലം ഫുള്ള് വേണം, ഞാൻ ബാക്കി വരക്കാം. ഓക്കെ, താഴെയുള്ളത് വരക്കാം, നമുക്ക് ആവശ്യമുണ്ട്. തൽക്കാലം ആവശ്യമില്ല എന്നല്ല, ആവശ്യമുണ്ട്. ഓക്കെ, അതിന്റെ ബാക്കി ഇതാ താഴെ കൂടി വന്നു. അതിന്റെ ബാക്കി ഭാഗം, അതിന്റെ ബാക്കി ഭാഗം. ഓക്കെ, അതിന്റെ ബാക്കി ഭാഗം താഴെ കൂടി വന്നു. കുഞ്ഞുമക്കൾ നന്നായിട്ട് വരക്കണം കേട്ടാ ചിത്രങ്ങൾ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഫിഗറുകൾ തന്നാൽ നിർബന്ധമായിട്ട് നോട്ടിൽ എഴുതണം, അത് മസ്റ്റാണ്. ഫിഗർ വരക്കാതെ വെറുതെ നോട്ട് എഴുതാൻ പാടില്ല മക്കളെ. ഓക്കെ,
ഫിസിക്സിൽ ഫിഗേഴ്സിന് കുറച്ച് പ്രാധാന്യമുണ്ട്. ഫിഗർ മീൻസ് ചിത്രങ്ങൾക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. ചിത്രങ്ങളാണ് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഫിഗറുകളെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് ഇത് പുള്ളികളെ കണക്ട് ചെയ്തില്ല, പകരം ഇതിലേക്ക് കറണ്ട് കടത്തിവിടണമല്ലോ. നമുക്ക് ഇതിലേക്ക് കൂടി കറണ്ട് കടത്തിവിടണമല്ലോടാ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒരു സെല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതാ ഈ കോയിലിന്റെ ഇതാണ് സർക്കുലർ കോയിൽ. ഓക്കെ, കോയിൽ എന്ന് പറഞ്ഞാൽ സർക്കുലർ കോയിൽ മീൻസ് സർക്കുലർ കണ്ടക്ടർ. ഓക്കെ, ഇതാ അതിന് ഞാനൊരു സെല്ലുമായി ബന്ധിപ്പിച്ചു. ഇരിക്കട്ടെ, ഒരു സ്വിച്ച് കൂടി ഇരിക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്. ഒരു കാർഡ്ബോർഡ് സർക്കുലർ കോയിലിനെ അതിനെ കൂടി ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അറ്റങ്ങളിൽ കൂടിയിട്ട് നമ്മൾ ഒരു സെല്ലിനെ കണക്ട് ചെയ്യുന്നു, ഒരു സ്വിച്ചും വെക്കുന്നു. ഓക്കെ, ഇതാണ് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. ഇനിതാ ഞാൻ ഈ സ്വിച്ച് അങ്ങ് ഓണാക്കാം. എന്ത് സംഭവിക്കും? ആ കോയിലിൽ കൂടി കറണ്ട് ഒഴുകും. ആ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ നോക്കിയേ, പോസിറ്റീവ് ടു നെഗറ്റീവ് ഇതിങ്ങനെ കറണ്ട് വരികയാണ്. ഓക്കെ, കോയിലിലേക്ക് കറണ്ട് കയറി ഇങ്ങനെ വന്നു, അങ്ങനെ നെഗറ്റീവിലേക്ക് കറണ്ട് തിരിച്ചെത്തി, ഇങ്ങനെ കറണ്ട് വന്നു. ആ കോയിലിൽ കൂടി കറണ്ട് ഒഴുകിയത് എങ്ങനെയാണ്? കറണ്ടിന് രണ്ട് ഡയറക്ഷനെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. അതായത് കറണ്ട് ഒഴുകിയത് ഇവിടെ ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് എങ്കിൽ നമുക്ക് ഡയറക്ഷൻ എങ്ങനെയാ പറയല്? ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പ്, അല്ലെ? അങ്ങനെയല്ലേ പറയല്? ഇടത്ത് നിന്നും വലത്തോട്ട്, വലത്ത് നിന്നും ഇടത്തോട്ട്, മുകളിൽ നിന്നും താഴോട്ട്, താഴെ നിന്നും മുകളിലോട്ട്, അല്ലെങ്കിലോ തെക്ക് നിന്നും വടക്കോട്ട്, വടക്ക് നിന്നും തെക്കോട്ട്, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്, മുകളിൽ നിന്നും താഴോട്ട്, താഴെ നിന്നും മുകളിലോട്ട്. അങ്ങനെയല്ലേ അവിടെ പറയല്? ഇവിടെ ആകെ രണ്ട് ദിശയേ ഉള്ളൂ, ഒന്നെങ്കിൽ പ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശ. അപ്പൊ ഇവിടെ ഈ സർക്കുലർ കോയിലിൽ കൂടി കറണ്ട് ഒഴുകിയത് ഏത് ദിശയിലാണ്? അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഞാൻ മലയാളം പറഞ്ഞു അല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആയിരിക്കും. ഒന്നെങ്കിൽ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസിൽ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകിയത്? ഏത് ഡയറക്ഷനിലാ? ക്ലോക്ക് വൈസ്. ഓക്കെ, നമ്മൾ എന്താ പറയേണ്ടത്? എടാ ഇതിനെ കൂടി കറണ്ട് ഒഴുകിയടാ, അതൊരു കണ്ടക്ടറാടാ. കണ്ടക്ടറിനെ കൂടി കറണ്ട് ഒഴുകിയാൽ അത് മാഗ്നറ്റായി. So now this circular coil is a magnet and there is a magnetic field around it. ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്താണ് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പ്? സ്ട്രൈറ്റ് കണ്ടക്ടർ ആണെങ്കിൽ അത് സർക്കുലർ ഷേപ്പായിരുന്നു. ഇത് സർക്കുലർ കോയിലാണ്. അപ്പൊ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഷേപ്പ് എന്താണ്? വരക്കണ്ടേ? അപ്പൊ ഞാൻ വരക്കാൻ വേണ്ടിയിട്ട് എവിടെ വരക്കണം? കാർഡ്ബോർഡിലല്ലേ വരക്കേണ്ടത്. കാർഡ്ബോർഡിൽ ഈ സർക്കുലർ കോയിലിന്റെ ഈ രണ്ട് പോയിന്റുകളല്ലേ ടച്ച് ചെയ്തിട്ടുള്ളത്. സർക്കുലർ കോയിലിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. ആ സർക്കുലർ കോയിലിന്റെ ഈ പോയിന്റും ഈ പോയിന്റുമാണ് കാർഡ്ബോർഡിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ആണോ? ആണ്. ഞാൻ ആ പോയിന്റുകളെ എ എന്നും ബി എന്നും വിളിക്കുന്നു. ഇത് എ, ഇത് ബി. എടാ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരക്കേണ്ടതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരക്കേണ്ടത് എങ്ങനെയാണ്? മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവരണം. അതിൻ്റെ നോർത്ത് പോൾ പോകുന്ന ഡയറക്ഷനിലെല്ലാം ഡോട്ട് ഇടണം, എന്നിട്ട് കൂട്ടി വരക്കണം. ഇതൊക്കെയാണ്. പക്ഷെ ഇതൊന്നും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ മുമ്പ് പഠിച്ച വേറൊരു കാര്യം ഉപയോഗിച്ച് തന്നെ ഇവിടെ ഇത് പറയാൻ വേണ്ടി പോവാണ്. എന്തിനറിയാവോ? എടാ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുക്കാം. ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ വളച്ചാൽ നമുക്കൊരു സർക്കുലർ കോയിൽ കിട്ടൂലേ? ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ
ആക്ച്വലി ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ പോയിന്റുകളെ നമുക്ക് ചെറിയൊരു സ്ട്രൈറ്റ് കണ്ടക്ടറായിട്ട് കൺസിഡർ ചെയ്തോടെ. ഇതൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ, 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 ഇതൊരു സ്ട്രൈറ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ പോയിന്റ് സൈസുള്ള ഒരുപാട് സ്ട്രൈറ്റ് കണ്ടക്ടറുകളുടെ കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഒരു സർക്കുലാർ കോയിൽ ഈസ് എ സർക്കുലാർ കോയിൽ ഈസ് actually a combination of large number of minute straight conductors. അങ്ങനെയാണെങ്കിൽ എ എന്ന പോയിന്റിലുള്ള ഇത് എ എന്ന പോയിന്റ് അതൊരു സ്ട്രൈറ്റ് കണ്ടക്ടറാണ്, ഇതും ഒരു സ്ട്രൈറ്റ് കണ്ടക്ടറാണ്. സ്ട്രൈറ്റ് കണ്ടക്ടർ ആണ് എങ്കിൽ സ്ട്രൈറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഫീൽഡ് വരയ്ക്കാൻ ഇനി പ്രയാസമുണ്ടാ? ഇല്ല. എങ്ങനെയാണ്? ഫീൽഡ് ലൈൻസ് അറൗണ്ട് straight conductor is circular in shape. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഫീൽഡ് ലൈൻസ് എന്ന പോയിന്റിൽ ഫീൽഡ് ലൈൻസ് വരച്ചാൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള ഷേപ്പാണ്. അയ്യോ, കുറച്ച് വൃത്തികളായിപ്പോയി, നമുക്കത് ശരിയാക്കാം. എന്ന പോയിന്റിൽ ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽഡ് ലൈൻസ് എങ്ങനെയുള്ളതാണ്? ആ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയുള്ള സർക്കുലാർ ഷേപ്പിലുള്ള ഫീൽഡ് ലൈൻസ് ആണ്. ഇതാ ഫീൽഡ് ലൈൻസ് ഇൻ സർക്കുലാർ ഷേപ്പ്. അതേപോലെ ഇവിടെ വരച്ചാലോ അതും സർക്കുലാർ ഷേപ്പിലുള്ള ഫീൽഡ് ലൈൻസ് തന്നെയാണ്. ഇതാ so the magnetic field lines around a circular current carrying coils is circular in shape. Field lines are circular in shape. Okay, സംശയമില്ലല്ലോ? ഇല്ല. പക്ഷേ ഒരു കാര്യം ഉണ്ടല്ലോ പറയാൻ, ഫീൽഡ് ലൈൻസിന്റെ ഷേപ്പ് അത് സർക്കുലർ ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞല്ലോ മക്കളെ, സംശയം വരാൻ പാടില്ല. ഓരോ പോയിന്റും ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യണം. സ്ട്രൈറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് സർക്കുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സർക്കുലർ ഷേപ്പിൽ വരച്ചത്. ഇനി ഇവിടെ വരക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ സർക്കുലർ ഷേപ്പ് കിട്ടും, ഇവിടെ വരക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറെ സർക്കുലർ ഷേപ്പിലുള്ള ഫീൽഡ് ലൈൻസ് കിട്ടും. ഓക്കെ, ഈ സർക്കുലർ ഷേപ്പിലുള്ള ഫീൽഡ് ലൈൻസിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവൂലേ? സർക്കുലാർ ഷേപ്പിലുള്ള ഫീൽഡ് ലൈൻസിനും ഒരു ഡയറക്ഷൻ ഉണ്ട്. ഐദർ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സർക്കുലാർ കോൺസെൻട്രിക് സർക്കിൾസ്, അതായത് സർക്കുലാർ ഫീൽഡ് ലൈൻസ്, അത് ഇങ്ങനെയുള്ള സർക്കിൾസ് ആണോ അല്ല ഇങ്ങനെയുള്ള സർക്കിൾസ് ആണോ? ഇവിടെ ഇങ്ങനെയുള്ള സർക്കിൾസ് ആണോ അല്ല ഇങ്ങനെയുള്ള സർക്കിൾസ് ആണോ? അറിയണ്ടേ? അത് ഞാൻ പറയണ്ടേ? പറഞ്ഞു തരാം. എടാ, നമ്മൾ പറഞ്ഞത് ഇത് സ്ട്രൈറ്റ് കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ സർക്കിൾസ് വരച്ചത്. സ്ട്രൈറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ്, അതായത് സർക്കുലാർ ഷേപ്പിലുള്ള ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ രണ്ട് റൂൾസ് പഠിച്ചത്. മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂള്, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇഷ്ടമുള്ള റൂൾ ഉപയോഗിച്ചോ. ഞാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നു. എന്ന പോയിന്റിലോട്ട് വാ, അവിടെ കറണ്ട് കൊടുക്കുന്നത് മുകളിലോട്ടല്ലേ അല്ലേ? അപ്പോൾ ഞാൻ അവിടെ കണ്ടക്ടറിനെ ഇങ്ങനെ പിടിക്കുന്നത് പോലെ കൺസിഡർ ചെയ്യണം അല്ലെ? തമ്പ് മുകളിലോട്ട് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിക്കുമ്പോൾ ഈ ചുറ്റിയിട്ടുള്ള ബാക്കിയുള്ള വിരലുകളുടെ ഡയറക്ഷൻ എങ്ങനെയാ? ഇങ്ങനെയല്ലേ അല്ലെ? ഇങ്ങനെയല്ലേ? അപ്പൊ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നും ഇങ്ങനെ വരും. അല്ലേ? നോക്കടാ, ഇങ്ങനെ ചുറ്റുന്നു. അതായത് ഈ ഭാഗം ഈ പുറം ഭാഗത്തിൽ നിന്ന് ഔട്ട്സൈഡിൽ നിന്നും അതായത് കോയിലിന്റെ ഔട്ട്സൈഡിൽ നിന്നും കോയിലിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഫീൽഡ് ലൈൻസ് നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നു, നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, ഉള്ളിലോട്ട് പോകുന്നു.
field lines are move away from us എങ്ങോട്ട് into the coil. ഇനി ഇവിടെ നോക്കിയാലോ ബി എന്നുള്ള പോയിന്റില് അവിടെ കറന്റ് താഴോട്ടല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? കോയിലിനെ ഇങ്ങനെ പിടിക്കുന്നത് പോലെ കൺസിഡർ ചെയ്യണം. അവിടെ അപ്പൊ അല്ലെ ഇതാണ് തമ്പിന്റെ ഡയറക്ഷൻ, കാലിന്റെ ഡയറക്ഷനിലോട്ട്, കാലിന്റെ താഴോട്ടാണ്. അപ്പൊ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാണ്? ഇങ്ങനെ വന്നിട്ട് ഉള്ളിലോട്ട് പോകുന്നു. അതായത് ഇവിടുത്തെ ഔട്ട്സൈഡിൽ നിന്നും ഉള്ളിലോട്ട്, ഇവിടെയോ ഔട്ട്സൈഡിൽ നിന്നും ഉള്ളിലോട്ട്, ഇവിടെയോ ഔട്ട്സൈഡിൽ നിന്നും ഉള്ളിലോട്ട്. ഇങ്ങനെ തന്നെ ഇവിടെ ഉള്ളതുപോലെ തന്നെ ഔട്ട്സൈഡിൽ നിന്നും ഇൻസൈഡിലോട്ട്, ഔട്ട്സൈഡിൽ നിന്നും ഇൻസൈഡിലോട്ട്. അതായത് ഇവിടെ ഫീൽഡ് ലൈൻസ് നമ്മളിൽ നിന്നും ഉള്ളിലോട്ട് കയറി പോകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് when current through the coil is in clockwise direction. Current through the coil is in clockwise direction, comma, field lines are directed from outside to inside, outside of the coil to inside. That is, field lines move away from us, നമ്മളിൽ നിന്ന് മൂവ് ചെയ്യുന്നു, from us into the coil. ഓക്കെ, സിമ്പിളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അറിയാമോ? ഒന്നുകൂടി ആ കോയിലിലേക്ക് കൂടി കറണ്ട് കടത്തി വിടാൻ പോകുന്നു. അതേ കോയിൽ ഒന്നുകൂടി എടുക്കുന്നു. ഒരു ചെറിയൊരു മാറ്റം, കോയിൽ തന്നെ കറണ്ട് പാസ് ചെയ്യുന്നു. ചെറിയൊരു മാറ്റം, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി പിടിക്കുന്നു. ഇപ്പം കറണ്ട് ഒഴുകിയത് എങ്ങനെയാ? ക്ലോക്ക് വൈസ് അല്ലേ. അടുത്തതിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് കൂടി പാസ് ചെയ്താൽ ഫീൽഡ് ലൈൻസിൻ്റെ ഷേപ്പ് മാറുക. ഫീൽഡ് ലൈൻസ് അങ്ങനെ കിട്ടും. എന്താ നമ്മൾ പഠിച്ചത്? ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻസ് വിൽ ചേഞ്ച്. Direction of field lines depends on direction of current through the coil, direction of current through the conductor. നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്നു. കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയാൽ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ മാറുമല്ലോ. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനെ എടുക്കട നമ്മുടെ കാർഡ്ബോർഡ് ഒരു പ്രാവശ്യം കൂടി എടുക്കൂ. ഇതാ ഞാൻ കാർഡ്ബോർഡ് ഒരു പ്രാവശ്യം കൂടി എടുക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ കാർഡ്ബോർഡ് ഞാൻ കയ്യിലെടുത്തു. എന്തിനാണെന്ന് മനസ്സിലായില്ല. എക്സ്പെരിമെന്റിൽ വലിയ മാറ്റമൊന്നുമില്ല, ഒരു വലിയ മാറ്റമൊന്നുമില്ല. ഇതേ കോയിൽ ഒരു പ്രാവശ്യം കൂടി ആ കാർഡ്ബോർഡിലേക്ക് കൂടി കടത്തി വിടട്ടെ. ഓക്കെ, എന്നിട്ട് കറണ്ട് പാസ് ചെയ്യും. എന്താ മാറ്റം? കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങ് മാറ്റി കളയും. അതൊന്നുമില്ല. ഓക്കെ ഉണ്ടടാ. ഓക്കെ, യെസ്. ബാക്കി ഭാഗം ഇവിടെ അത് താഴെയുണ്ട്. ഇനെന്താണ് നമ്മള് അതിലേക്ക് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശല്യമായിട്ട് കണക്ട് ചെയ്യടാ.
സെല്ലിന്റെ എന്ത് ചെയ്യണം? കറന്റിന്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് സെല്ലിന്റെ ടെർമിനലുകൾ ഒന്ന് മാറ്റി വെക്കുക. അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക. സെല്ലിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും തിരിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് ഇവിടെ എ എന്ന പോയിന്റ്, ഇവിടെ ബി എന്ന പോയിന്റ്. ഇവിടെ എങ്ങനെ കണ്ടുപിടിച്ചത്? എ ടു ബി. ഇനെങ്ങനെ നോക്കാം? സ്വിച്ച് ഓൺ ചെയ്തല്ലോ. അതാ കറന്റ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പൊ കറന്റ് പോയത് നോക്കിയേ, കറന്റിന്റെ ഡയറക്ഷൻ കറന്റിന്റെ ഡയറക്ഷൻ മാറി. ഫീൽഡ് ലൈൻസ് നമുക്ക് വരക്കാം. പെട്ടെന്ന് ഫീൽഡ് ലൈൻസ് വരക്കാം. ഫീൽഡ് ലൈൻസ് എങ്ങനെയാ? ഫീൽഡ് ലൈൻസ് സർക്കുലർ ഇൻ ഷേപ്പ്. ഫീൽഡ് ലൈൻസ് സർക്കുലർ ഇൻ ഷേപ്പ്. ഇതിൽ മാറ്റമൊന്നുമില്ല. എന്താണ് മാറ്റം വരേണ്ടത്? ആ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കറന്റിന്റെ ഡയറക്ഷൻ മാറിയാൽ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ മാറും. ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ മാറ്റി, അപ്പൊ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ മാറിയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. എടുക്കടാ തമ്പോൾ. എവിടെ? എ എന്ന പോയിന്റിലോട്ട് വാ. എ എന്ന പോയിന്റിൽ കറന്റ് താഴോട്ടാണ്. സോ നമ്മൾ കണ്ടക്ടറിനെ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങനെയാ? ഇതാ ഇങ്ങനെ വരും. അതായത് ഇതാ ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡ് വരണ്ട. ഇൻസൈഡിൽ നിന്നും ഔട്ട്സൈഡിലോ, അല്ലെ? ഇൻസൈഡിൽ നിന്നും ഔട്ട്സൈഡിലോ. ഇവിടെയോ ബി എന്ന പോയിന്റിലോ? ബി എന്ന പോയിന്റിൽ നമ്മൾ ഇതിനെ പിടിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻസ്. അതായത് ഇവിടെയോ ഇൻസൈഡിൽ നിന്നോ ഔട്ട്സൈഡിലോട്ട്. ഓക്കെ, ഇൻസൈഡിൽ നിന്നും ഔട്ട്സൈഡിലോട്ടാണ് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. അതായത് ഫീൽഡ് ലൈൻസ് ആർ മൂവിങ് ടുവേർഡ്സ് അസ്. നമ്മളിലേക്ക് വരുന്നു, നമ്മളിലോട്ട് വരുന്നു. ഫ്രം ദി inner part of the, from the inside of the coin. Okay, അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? നോക്കോ. When current through the coil is in anti-clockwise direction, comma, field lines are directed from inside to outside of the coil. Okay, that is field lines are moving towards us. That is, field lines are moving towards us from inside of the coil. Okay, from inside of the coil. കോയിന്റെ ഉള്ളിൽ നിന്ന് നമ്മളിലോട്ട് വരുന്നു. നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതായാലും സർക്കുലർ കോയിലിൽ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഫീൽഡ് ഉണ്ടാകുമെന്ന് പഠിച്ചു. ആ ഫീൽഡിൻ്റെ ഷേപ്പ് കാര്യങ്ങളെല്ലാം പഠിച്ചു. ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോടാ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏതായാലും ഇതിലെ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് മാഗ്നറ്റായിട്ട് മാറുന്നുണ്ട്.
അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടിയാലെന്താ ഏതായാലും കറണ്ട് പാസ് ചെയ്തിട്ട് മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഒന്ന് കൂട്ടിയാൽ എന്തുവാ ഒരു കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? അതിന് ചുറ്റുമുള്ള ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക. ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 2 വഴികളാണുള്ളത്. ഓക്കെ, സോ ഫാക്ടേഴ്സ് അടുത്ത ഹെഡിങ് ഇതാണ് കുഞ്ഞുമക്കൾ. അടുത്ത ഹെഡിങ് നിങ്ങൾ എഴുതണം. ഫാക്ടേഴ്സ് ഇതല്ല, ഇത് കഴിഞ്ഞു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫീൽഡ് around current carrying circular coil. ഓക്കെ, 2 ഫാക്ടറാണുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചോണം, 2 ഫാക്ടറാണ്. ഈ 2 ഫാക്ടറുകളെ നിങ്ങൾ കൂട്ടിയാൽ പിന്നെ പറയാം. 2 ഫാക്ടറുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 2 ഫാക്ടറുകൾ. ഒന്ന് കറന്റ് ത്രൂ ദി കോയിൽ. ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. അതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? കറന്റ് കൂട്ടുമ്പോൾ എങ്ങനെയാണ് ഫീൽഡിൽ വരുന്ന മാറ്റം ഇങ്ങനെയാണ് കേട്ടോ. അതിന് താഴെ എങ്ങനെ എഴുതണം? ആസ് കറന്റ് ത്രൂ ദി കോയിൽ ഇൻക്രീസസ്, strength of the magnetic field increases. As current through the coil increases, strength of the magnetic field increases. As current through the coil increases, strength of the magnetic field increases. Strong magnet ആകുന്നു. അപ്പോൾ ഇതിലെ മനസ്സിലായിട്ടാ? ഇതിലെ കൂടി നിങ്ങൾ ഇപ്പോൾ ഒഴുക്കുന്ന കറന്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടി കൂടിയ കറന്റ് നിങ്ങൾ ഒഴുക്കുന്നു, കറന്റിൻ്റെ അളവ് കൂട്ടുന്നു. അപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ കറണ്ട് കുറച്ചാലോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. കറണ്ട് തീരെ ഒഴുകിയില്ലെങ്കിലോ അത് മാഗ്നറ്റ് അല്ലാതായിട്ട് മാറും. അത്രയും. അപ്പോൾ കറണ്ട് ഒഴുകുമ്പോൾ മാഗ്നറ്റ് ആവാൻ തുടങ്ങും. കറണ്ട് കുറയുമ്പോൾ മാഗ്നറ്റ് സ്ട്രെങ്ത് കുറയും. കറണ്ട് കൂടുമ്പോൾ മാഗ്നറ്റ് സ്ട്രെങ്ത് കൂടും. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ number of turns in the coil. ഓക്കെ, അതായത് ഈ കോയിലിലെ ടേൺസിന്റെ എണ്ണം ഇങ്ങനെ കൂട്ടുക. ഒന്നിന് പകരം കുറേ ടേൺസ് കൂട്ടുന്തോറും എന്താണെന്ന് അറിയാവുക? സ്ട്രെങ്ത് കൂടിക്കൊണ്ട് വരും. എൻ്റെ ഓരോ ടേണും ഓരോ മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ അവിടെ മാഗ്നറ്റുകളുടെ ഒരു കോമ്പിനേഷൻ വരും. ഓക്കെ, സോ as the number of turns increases, strength of the magnetic field increases. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അടുത്ത ക്ലാസ്സിൽ.